കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള ഇന്നത്തെ സൈനിക തെരച്ചിൽ അവസാനിപ്പിച്ചു. റോഡിലെ മണ്ണ് മാറ്റിയുള്ള തിരച്ചിലിൽ ഫലം കാണാതായതോടെ നാളെ ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. ഇതിനായി നാളെ ആഴത്തിൽ തിരയുന്നതിനുള്ള ആധുനിക മെറ്റൽ ഡിറ്റക്ടറുകൾ എത്തിക്കും. വെള്ളത്തിലും കരയിലും തിരച്ചിൽ നടത്താനാകുന്ന ഉപകരണമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി കർണാടകയിൽ നിന്നും KG ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 6ാം ദിനത്തിലും ശുഭകരമായ ഒരു വാർത്ത ലഭിച്ചില്ല. ഒപ്പം തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ കരയിലും ഗംഗാവലി പുഴയിലുമായിട്ട് തിരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത്. തീർച്ചയായും അത്തരത്തിലാണ് നിലവിൽ 120 മണിക്കൂറിലധികം നീണ്ടു നിന്ന ഈ ദൗത്യ സംഘത്തിന്റെ പരിശോധനയിലും ഇന്നും അർജുനെയും അതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പ്രധാനമായി ഇന്ന് വെല്ലുവിളിയായി മാറിയത് പ്രദേശത്തുണ്ടായ ശക്തമായ മഴയാണ്. 3 മണിയോടെ ആരംഭിച്ച ഈ ശക്തമായ മഴയിൽ വലിയ പ്രതിസന്ധിയാണ് ദൗത്യ സംഘത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് അല്പസമയം മുൻപ് ഈ ദൗത്യ സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ സൈനികരുടെയും ഇത്തരത്തിലുള്ള ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം ആ മേഖല വലിയ മണ്ണിടിച്ചിൽ ഉള്ള പ്രദേശമാണ്. നിരന്തരം ഈ മഴയുടെ ഫലമായി വലിയ കുത്തൊഴുക്കായി വെള്ളം താഴേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനാൽ തന്നെ ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ പരിശോധന നടത്തുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സൈനികരും അതോടൊപ്പം തന്നെ ദൗത്യ സംഘവും ഈ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ കുടുംബം ചൂണ്ടിക്കാണിച്ച ഒരു പ്രദേശമുണ്ട്. അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തി ഈ ദൗത്യസേനയ്ക്ക് ഒരു സ്ഥലം കാണിച്ചു നൽകിയിരുന്നു. അത് GPRS സിഗ്നലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ആ സ്ഥലത്തെ പരമാവധി മുഴുവൻ മണ്ണും മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹമായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ആ പ്രദേശത്ത് 98% മണ്ണും മാറ്റാൻ കഴിഞ്ഞു. പക്ഷെ അവിടെ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ അല്പസമയം മുൻപും ഇത്തരത്തിൽ അവിടെ നിരന്തരം നിലവിൽ ഇന്നലെ മുതൽ തന്നെ ആ പ്രവർത്തനത്തിൽ പങ്കാളിയായ ഈ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായ രഞ്ജിത്ത് പറഞ്ഞത് ആ പ്രദേശത്ത് തന്നെ ലോറി ഉണ്ടെന്നാണ് നിലവിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നാളെയായിരിക്കും ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സമീപത്തെ ഗംഗാ വാലിയിലും പരിശോധന നടത്താൻ സൈനികർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളെ ഒരു റഡാർ ഈ സ്ഥലത്തെത്തിക്കും. സൈനികർ ഉപയോഗിക്കുന്ന റഡാറാണ് ഈ സ്ഥലത്തെത്തിക്കുക. അത് ഗംഗാ വാലിയിലെ ഈ ഉള്ളിൽ അടിയിൽ 15 മീറ്ററിൽ താഴെ ഉള്ള പ്രദേശത്ത് പോലും എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റഡാറാണ് നാളെ ഈ പ്രദേശത്ത് എത്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗംഗാ വാലിയിലും പരിശോധന പുരോഗമിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് നാവികസേന ആ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവർ പറയുന്നത് അവർ മണിക്കൂറുകളോളം പരിശോധന നടത്തി. അത്തരത്തിൽ ഈ ലോറി പുഴയ്ക്ക് ഉള്ളിലോ സമീപത്തോ ഉണ്ടെങ്കിൽ ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ഒരു തടി പോലും ആ പ്രദേശത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വലിയ തടിയുടെ വലിയ ഒരു ശേഖരം തന്നെ ആ ലോറിയിൽ ഉണ്ടായിരുന്നു. ടൺ കണക്കിന് ലോറിയിൽ ആ തടി. ശരി ശ്രീജിത്ത്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കർണാടക റവന്യൂ മന്ത്രിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ ലോറി കിടക്കുന്നു എന്ന് പറഞ്ഞ് GPS സംവിധാനത്തിന്റെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവിടെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് 90% മണ്ണ് നീക്കിക്കഴിഞ്ഞു, ഇനി അവിടെ രക്ഷാപ്രവർത്തനം നടത്തില്ല എന്ന്. അപ്പം നമ്മളോട് കഴിഞ്ഞ മണിക്കൂർ പ്രതികരിച്ച രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടെ 90% പോയിട്ട് 50% പോലും മണ്ണ് നീക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പുറം ലോകത്തോട് ഇത്തരം കബളിപ്പിക്കുന്ന വർത്തമാനങ്ങൾ കർണാടക സർക്കാർ പറയുന്നത്? തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഒരു മറുപടി പറയുമ്പോൾ അതിന് വിപരീതമായി തന്നെയാണ് നിലവിൽ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. കാരണം രഞ്ജിത്താണ് 2 ദിവസമായ പ്രദേശത്ത് എത്തി ഇത്തരം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിൽ ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ഫോൺ റിങ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. വെള്ളത്തിനടിയിലാണ് വാഹനമെങ്കിൽ ആ
ഫോണ് പൂർണ്ണമായി തന്നെ നിശ്ചലമായിരിക്കും. പക്ഷേ 2 ദിവസം മുൻപും ഇത്തരത്തിൽ ഈ ഫോൺ റിങ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിനാൽ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എവിടെയാണോ GPS സിഗ്നൽ ലഭിച്ചത് ആ സ്ഥലത്ത് തന്നെയാണ് നിലവിലും ഈ വാഹനമുള്ളത്. അവിടെ കൂടുതൽ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് അദ്ദേഹവും അതോടൊപ്പം തന്നെ സൈനികരും ഇരിക്കുകയാണ്. ഇന്നും ഈ 8 മണിയോടെ തന്നെ ആ പ്രദേശത്ത് സൈനികർ ഉൾപ്പെടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 98% ആ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റിയെന്ന് മന്ത്രി അവകാശപ്പെടുമ്പോഴും സൈനികരും അതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ആ പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ നാളെ വീണ്ടും പരിശോധന ആരംഭിക്കുമ്പോൾ മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത വരാനുള്ള സാധ്യത. കാരണം ശരി ശ്രീജിത്ത്, ഏതായാലും അർജുന്റെ കുടുംബം ആരോപിക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിലെ പിഴവുകൾ അത് തന്നെയാണ് ഇന്ന് മന്ത്രി പറയുന്നതെന്ന് വ്യക്തമാകുന്നത്. കൃത്യമായ തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കർണാടക സർക്കാർ ഇപ്പോഴും തുനിഞ്ഞിട്ടില്ല. അപ്പോൾ സൈന്യം വന്നതിന് ശേഷമാണ് കൂടുതൽ അതീവ ജാഗ്രതയോടുകൂടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രി അടക്കം കർണാടകയിലെ റവന്യൂ മന്ത്രി അടക്കം പറയുന്നത് ഈ സ്ഥലത്ത് റോഡിൽ ലോറി ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നാളെ പുഴ കേന്ദ്രീകരിച്ചായിരിക്കും, ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ പുരോഗമിക്കുന്നത്. അപ്പം കരയിലും രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ 6ാം ദിവസത്തിലും കർണാടകയിൽ നിന്ന് ശുഭകരമായ ഒരു വാർത്ത കോഴിക്കോട്ടെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല, ഒപ്പം കേരളത്തിനും ലഭിച്ചിട്ടില്ല. നാളേക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.